മിണ്ടാപ്രാണികൾക്ക് രക്ഷകരായി അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ. ആയിരക്കണക്കിന് രൂപ വില വരുന്ന ഓസ്ട്രേലിയൻ ഇനത്തിൽപ്പെട്ട വളർത്തുതത്തയുടെ കാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയം അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ചേർന്ന് അതിവിദഗ്ധമായാണ് മുറിച്ചുമാറ്റിയത്. തിരുവല്ല കുറ്റപ്പുഴ ബഫേൽപ്പടി IPC ചർച്ചിലെ പാസ്റ്ററായ ആൽവിൻ ടി റിജോ വളർത്തുന്ന കോക്ടെയിൽ എന്ന ഇനത്തിൽ വരുന്ന 3.5 വയസ്സ് പ്രായമുള്ള പക്ഷിയുടെ വലതുകാലിൽ കുടുങ്ങിയ സ്റ്റീൽ വളയമാണ് കാലുകൾക്ക് പരുക്കുകളൊന്നും തന്നെ സംഭവിക്കാതെ മുറിച്ച് നീക്കം ചെയ്തത്. ജനിച്ച് 1 മാസം പിന്നിട്ടപ്പോഴാണ് മല്ലപ്പള്ളിയിലെ പക്ഷി വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും ആൽവിൻ തത്തയെ വാങ്ങിയത്. വാങ്ങിയ സമയത്ത് കാലിലുണ്ടായിരുന്ന സ്റ്റീൽ വളയം തത്തയ്ക്ക് പ്രായമായതോടെ ഊരിയെടുക്കാൻ കഴിയാതെയായി. വളയം കാലിൽ മുറുകിയതിനെ തുടർന്ന് തത്തയുടെ കാലിൽ നീര് വന്ന് വീർത്തു. ഇതോടെ അഗ്നിശമന സേനയുടെ സഹായം തേടുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ ശംഭു നമ്പൂതിരി, സീനിയർ ഫയർ ഓഫീസർമാരായ KK ശ്രീനിവാസൻ, SR സതീഷ് കുമാർ, ഫയർ ഓഫീസർമാരായ S മുകേഷ്, ശ്രീദാസ്, വിഷ്ണു എന്നിവരടങ്ങുന്ന സംഘം ചെറിയ കട്ടർ ഉപയോഗിച്ച് കാലിന് ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് വളയം മുറിച്ച് നീക്കം ചെയ്തത്.